മക്കൾസിനൊക്കെ സ്കൂൾ ഓർക്കാനായിട്ട് ഇവിടെ പിന്നെ അവർക്ക് സ്കൂളിലേക്ക് നല്ല വെറൈറ്റി സ്നാക്കൊക്കെ എന്തായാലും വേണ്ടി വരും അല്ലേ. അപ്പോൾ അത് അവർക്ക് കൊടുത്തുവിടാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓട്സ് ഓംലെറ്റിൻ്റെ റെസിപ്പി ആട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഒരു അരക്കപ്പോളം ഓട്സ് ചേർത്തിട്ട് ജസ്റ്റ് ഒന്നാണ് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 കപ്പ് പാല്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്നുകൊണ്ട് അടിച്ചെടുക്കുക. നമ്മൾ സാധാരണ ഓംലെറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് സവാളയൊക്കെ ചേർക്കൂലേ. ഇതിൻ്റെ അകത്ത് നമുക്ക് അതേപോലെ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു 2 ടേബിൾ സ്പൂണോളം ക്യാപ്സിക്കവും സവാളയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ ഞാൻ ബട്ടറാട്ടോ ബ്രഷ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇതേപോലെ ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി. നമ്മളുടെ ബാറ്ററി പാനിലോട്ട് ഒഴിച്ച് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണ്ടിയിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടൂട്ടോ നമുക്ക്. ഈ ഒരു ഓംലെറ്റ് ഭയങ്കര സോഫ്റ്റ് ആട്ടോ കഴിക്കാനായിട്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ ക്യാപ്സിക്കവും സവാളയൊക്കെ ഇട്ടേക്കണോണ്ട് തന്നെ ഇത് കഴിക്കുമ്പോൾ സവാളയൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കടിക്കാൻ കിട്ടും. അത് വേറൊരു ഫീൽ തന്നെയല്ലേ. ഇതിങ്ങനെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല സൂപ്പറായിട്ടാ. ഇനി നിങ്ങളുടെ അടുത്ത് നല്ല ഹണിയൊക്കെ ഇരിക്കണമെങ്കിൽ അത് ജസ്റ്റ് ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുത്താൽ നമുക്ക് ഓട്സ് ഓംലെറ്റ് പാൻ കേക്ക് എന്നും പേരിട്ട് വിളിക്കാം. 2 സൈസ് കഴിക്കാനും ഇത് നല്ല അടിപൊളി തന്നെയാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി